മക്കളെ കേട്ട സത്യമാണ്, ഈ പ്രാവശ്യത്തെ ഓൺ എക്സാം ടഫാവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും, സാറേ വെറുതെ പറയല്ലേ എന്നുള്ളത്. അല്ല, അതിന് കൃത്യമായിട്ട് തെളിവുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, എക്സാം നമുക്ക് സിമ്പിളാക്കാം. നിങ്ങൾക്ക് ആദ്യം തന്നെ ഞാൻ ക്വസ്റ്റ്യൻ തരാം. എങ്ങനെയാണെന്നല്ലേ മക്കൾ, ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാം. കിടിലമായിട്ട് പഠിക്കേണ്ടത് എങ്ങനെ ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോവാണ്. മാത്രമല്ല നിങ്ങളെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. പ്രത്യേകിച്ച് 10ാം ക്ലാസ് പഠിക്കുന്ന മക്കൾ, 8ാം ക്ലാസ് പഠിക്കുന്ന, 9ാം ക്ലാസ് പഠിക്കുന്ന മക്കൾ, നിങ്ങൾ എല്ലാവർക്കും നിങ്ങളെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്തെടുക്കാം. ഈ പ്രാവശ്യത്തെ ഓൺ എക്സാമിന് ഇനി നിങ്ങൾക്കുള്ള ദിവസം എന്ന് പറഞ്ഞെങ്കിൽ വെറും 2 ആഴ്ച മാത്രമാണ് എക്സാമിനുള്ളത്. ആ എക്സാമിനുള്ളിൽ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനുള്ളത് 10ാം ക്ലാസ് മാത്രം 41 ചാപ്റ്റർ ഉണ്ട്, 9ാം ക്ലാസ് 38 ചാപ്റ്റർ ഉണ്ട്, 8ാം ക്ലാസ്സിൽ അതേപോലെ തന്നെ 30-ലധികം ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി വെറും 12 ദിവസം. ആ സമയത്ത് നമ്മൾ ഒരു ദിവസം 2 ചാപ്റ്റർ പോലും പഠിച്ചാൽ പോലും തീരാൻ പറ്റാത്ത അത്രത്തോളം ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഒരുപാട് ആൾക്കാർക്കുള്ള കൺഫ്യൂസിങ് ആണ്. ഞാൻ കൃത്യമായിട്ട് ഒരു ഐഡിയ പറഞ്ഞുതരാം മക്കളെ. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, 10ാം ക്ലാസ്സിലെ മക്കളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ ചാപ്റ്ററുകൾ എൻ്റെ മക്കൾക്ക് ക്ലിയർ ആണ്, സെറ്റായിരിക്കും. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിടണം. ഏകദേശം നിങ്ങൾ ട്യൂഷൻ സെൻ്ററുകളിലും അല്ലെങ്കിൽ ബാക്കിയുള്ള സ്കൂളുകളിലൊക്കെ എത്തിയ സമയത്ത് ആദ്യത്തെ ചാപ്റ്ററാണ്, ആദ്യത്തെ ക്ലാസ്സാണ് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും മക്കളുടെ അവസ്ഥ 1ാമത്തെ ചാപ്റ്റർ ക്ലിയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇനി സ്ട്രെസ്സ് കൊടുക്കേണ്ടത് 1ാമത്തെ ചാപ്റ്ററിനല്ല. 1ാമത്തെ ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് മാറ്റിയിടാം. ഇനിയുള്ള ബാക്കിയുള്ള ചാപ്റ്ററുകൾ അടിപൊളിയായി പഠിക്കാം. ഇപ്പോൾ ഹിസ്റ്ററിൻ്റെ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ 3 ചാപ്റ്ററാണ് നിങ്ങൾക്ക് ഓൺ എക്സാമിന് ഉണ്ടാവുക. ജോഗ്രഫിയിലാണെങ്കിലും 3 ചാപ്റ്ററാണ്. അതിൽ 1ാമത്തെ ചാപ്റ്റർ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ചാപ്റ്ററുകൾ എന്ന് പറഞ്ഞെങ്കിൽ 4 ചാപ്റ്ററാണ് ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലായിട്ട് വരിക. അത് ഒരു ദിവസം 2 ചാപ്റ്റർ വീതം തീർക്കുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് മക്കളെ. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് സമഗ്ര പ്ലസ്. നിങ്ങൾ സൈറ്റിൽ സമഗ്രയിൽ പോയിട്ടുണ്ടെങ്കിൽ സമഗ്ര പ്ലസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സൈറ്റിലാവട്ടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് കിട്ടും. അതിലെ ക്വസ്റ്റ്യൻസ് എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ച് പോവുകയാണെങ്കിൽ മക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞ ഓൺ എക്സാമില്ലേ അത് ടഫാവില്ല, നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും. അത് കൃത്യമായിട്ട് നോക്കുക. മാത്രമല്ല ഇനി ഞാനൊരു കാര്യം ചെയ്യട്ടെ, സാർ ഞാനൊക്കെ റെഡിയാണ്, പഠിക്കാനൊക്കെ തയ്യാറാണ്, പക്ഷേ എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ചാൽ ഒന്ന് മുന്നോട്ട് പോകുന്നില്ല, അങ്ങനത്തെ പ്രശ്നമുള്ള ആൾക്കാരുണ്ടോ? അങ്ങനത്തെ പ്രശ്നമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യമാണ്, നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കാൻ പറ്റിയ ബാച്ചാണ് നമ്മുടെ സൈലത്തിലെ യോധ നിഞ്ച അസ്ത്ര ബാച്ച് എന്ന് പറഞ്ഞെങ്കിൽ. അതിന് എന്താണ് പ്രത്യേകത? അതിൽ എല്ലാ ക്ലാസ്സുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിൻ്റെ എക്സാം നടക്കാൻ വേണ്ടി പോവാണ്. മക്കളെ, നിങ്ങൾ 8ാം ക്ലാസ് പഠിക്കുന്ന മക്കളാണെങ്കിൽ, 9ാം ക്ലാസ് പഠിക്കുന്ന മക്കളാണെങ്കിൽ, 10ാം ക്ലാസ് പഠിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് മാറ്റുന്നതാണ്. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സുകാർക്ക് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിൻ്റെ പ്രത്യേകം എന്താ അറിയോ? നിങ്ങൾ ഇപ്പം 10ാം ക്ലാസ്സിലെ എക്സാമിന് ഇപ്പോൾ പഠിക്കുകയാണെങ്കിൽ ഒരു ചാപ്റ്ററിന് 25-28ഓളം പേജുകളുണ്ട്. പ്രത്യേകിച്ച് സോഷ്യലൊക്കെ 25 പേജുകളാണ് 1ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞെങ്കിൽ. ആ പേജുകൾ വെറും 3 പേജുകളിലേക്ക് മാറ്റി തരുന്ന ഇൻസ്റ്റാളാണ് എൻ്റെ മക്കൾ നൽകാൻ വേണ്ടി പോവാണ്. ഇതെല്ലാം നിങ്ങൾക്ക് കിടിലാക്കി തരാൻ വേണ്ടി പോവാണ്. മാത്രമല്ല ഇപ്പോൾ ഒരു ഓഫറും കൂടി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ വരുന്ന ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് നമ്മൾ ഇന്ന് മുതൽ ഓഫർ നൽകുന്നുണ്ട്. 10% എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യുന്നത്, ഓഫർ നൽകാൻ വേണ്ടി പോകുന്നത്. എല്ലാ ബാച്ചുകളും നൽകുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഓണം കഴിഞ്ഞിട്ട് ചേരാമെന്ന് പറഞ്ഞ ഒരുപാട് മക്കളുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങാൻ ഏറ്റവും അടിപൊളിയായിട്ട് ബാച്ച് നോക്കാൻ പറ്റും. അപ്പോൾ ബാച്ചിൽ നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നു, സമഗ്രയിലെ ക്വസ്റ്റ്യൻ നോക്കുന്നു. ഇത് എല്ലാം ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ മക്കളെ, എക്സാമിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പം ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്ക് ആരോ ചോദിക്കുമ്പോൾ അത് നിങ്ങൾ തന്നെയായിരിക്കും. നമുക്ക് ഒരുമിച്ച് അടിപൊളിയായിട്ട് പഠിക്കാം. എങ്ങനെയാണ് ഫ്രീഡം ഡേ പ്രമാണിച്ചുള്ള നമ്മളെ ഈ ഓഫ് നിങ്ങൾക്ക് കിട്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഏതാണോ ബാച്ച് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടും, ആ ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കൂപ്പൺ കോഡ് ചോദിക്കും. ആ കൂപ്പൺ കോഡിൻ്റെ അവിടെ FTE10 എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂപ്പൺ എന്ത് ചെയ്ത് ആക്സസ് ആയിക്കോളും. ബാക്കി 10% ഓഫ് കിട്ടും. അപ്പം ഇനി ഓണത്തിന് ശേഷം തുടങ്ങാമെന്ന് വിചാരിച്ച മക്കളുണ്ടാവല്ലോ, നിങ്ങളൊക്കെ എന്തെങ്കിലും ഇപ്പം തന്നെ നമുക്ക് തുടങ്ങി അടിപൊളിയാക്കാം. അപ്പം നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നു, ബാച്ചിലെ ക്ലാസ് കിട്ടുന്നു, സമഗ്രയിലെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ചർച്ച ചെയ്ത് പഠിക്കുന്നു. ഇങ്ങനെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ എക്സാമിനേഷൻ നിങ്ങൾ സ്കൂളിൽ എത്തുന്ന സമയത്ത് പേപ്പർ കിട്ടി ക്ലാസ്സിലെ റാങ്ക് വരുമ്പം 1ാം റാങ്ക് നിങ്ങൾ തന്നെ. നമുക്ക് ഒരുമിച്ച് അടിപൊളിയാക്കി നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഓണത്തിന് മുന്നേ തന്നെ നമുക്ക് പഠിച്ച് അടിപൊളിയാക്കാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.